എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ കണ്ടങ്ങാളി ഷേണായിസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉള്ളത്. ഇന്ന് ഇവിടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ വിവിധ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ട് കണ്ടങ്ങാളി ഷേണായിസ് ഹയർ സെക്കൻഡറി സ്കൂള് പൊതുസമൂഹത്തോട് സംവദിക്കുന്നത് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്ക് 10,11,850 രൂപ അവർക്ക് കൈമാറുന്നു. അതോടൊപ്പം തന്നെ ദുരിതമനുഭവിക്കുന്ന പ്രകൃതിക്ഷോഭത്തിൽ നെഞ്ചകം തകർന്ന വയനാടിനായി കനിവ് എന്ന പേരിൽ ധൂളി മഹാചിത്രാഞ്ജലി എന്ന് പറയുന്ന ഒരു വലിയ ഒരു ചിത്ര പ്രദർശനം അല്ലെങ്കിൽ ചിത്രമൊരുക്കൽ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ചിത്രം അതിമനോഹരമാണ്. 360ഓളം കുട്ടികളും അതുപോലെ തന്നെ KKR ബങ്ങരയുടെ നേതൃത്വത്തിൽ ചില ചിത്രകലാ അധ്യാപകരും ചിത്രകലാകാരന്മാരും ചേർന്നാണ് ഈ അതിമനോഹരമായ ഈ ദൃശ്യം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത് വയനാടിനോടുള്ള ഐക്യപ്പെടൽ എന്ന രീതിയിലാണ് ഷേണായിസ് ഹയർ സെക്കൻഡറി സ്കൂള് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഈ ചിത്രം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചത് നമ്മുടെ ഈ ധൂളിയാണ്. ധൂളി എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാലോ, ഇത് നമ്മുടെ ഈ മരപ്പൊടിയിലാണ് ഈ ചിത്രം ഇവർ തീർത്തിട്ടുള്ളത്. അതില് ഓക്സൈഡുകള് അതുപോലെ തന്നെ മരപ്പൊടികള് അതിന് കളറൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ ചിത്രം. ഇതൊരു ഈ ചിത്രത്തിന്റെ സന്ദേശം നമ്മൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ കൈകോർത്ത് പിടിക്കലാണ്. കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഈ മഹാദുരിതത്തിലേർപ്പെട്ട വയനാട്ടിലെ ജനങ്ങളോട് ഈ സ്കൂളിലെ കുട്ടികള് ഐക്യപ്പെടുന്നു എന്ന ഒരു സന്ദേശമാണ് ഈ ചിത്രത്തിലൂടെ അവർ വിഭാവനം ചെയ്യുന്നത്. കുറെ സമയമെടുത്തുകൊണ്ടാണ് കുട്ടികൾ അതിമനോഹരമായിട്ട് ഈ ചിത്രം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പുറം ഒരുപാട് കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഘോഷങ്ങൾ, ശബ്ദ കോലാഹലങ്ങളൊക്കെ അവിടെയുണ്ട്, അനൗൺസ്മെന്റ് ഉണ്ട്. അതിന്റെ ഇടക്കാണ് പച്ചവെളിച്ചം ഇത്തരം ഒരു ലൈവുമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിമനോഹരമായ രീതിയിൽ ഇതൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും PTA-യും അതുപോലെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഈ മനോഹരമായ ഒരു ചിത്രരചന ഇവിടെ ധൂളി മഹാചിത്രാഞ്ജലി എന്ന പേരിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ അതിമനോഹരമാണ്. ഇതിന്റെ കാഴ്ച തന്നെ അതിമനോഹരമാണ്. വലിയൊരു ചിത്രമാണ് അവര് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിന്റെ കാഴ്ചകളിലേക്ക് അതുപോലെ തന്നെ KKR ബങ്ങരയ്ക്കും അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകർക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പറയാനുള്ളത് എന്നതും പച്ചവെളിച്ചം തേടും. ഇതിന്റെ ഒരു മനോഹാരിത എത്രത്തോളം, കാരണം ഒരു ലൈവില് നമ്മൾക്കിത് അതിന് സാങ്കേതികമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇതിന്റെ ഒരു സന്ദേശം, ഒരു കൈകൊടുക്കൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് കണ്ടങ്ങാളിയിലെ ഷേണായിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ അധ്യാപകരുടെ കൈകൊടുക്കൽ. അതോടൊപ്പം തന്നെ 10,11,850 രൂപ അവര് വിജിൻ MLA-ക്ക് ഈ ചടങ്ങിൽ വെച്ച് കൈമാറുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിന്റെ പിറകിലുണ്ട്. വെറും ഒരു ചിത്രരചനയിലൂടെ ഐക്യപ്പെടൽ മാത്രമല്ല, വലിയൊരു കാശും ഇവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന കാര്യവും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനാണ് പച്ചവെളിച്ചം ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്താ ഭാഷ ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ്? ഇത് പ്രശസ്ത ശില്പി KKR ബങ്ങരയുടെയും നമ്മുടെ സ്കൂളിലെ ചിത്രകലാധ്യാപകൻ കലേഷ് മാഷയുടെയും നേതൃത്വത്തിൽ 320ഓളം വിദ്യാർത്ഥികൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്നലെ ഉച്ച മുതൽ വേറെ അർദ്ധരാത്രി കഴിയുന്നവരെ നമ്മുടെ പല ജില്ലകളിൽ നിന്നും മരപ്പൊടി കൊണ്ടുവരികയും അതിൽ കളർ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർ മിക്സ് ചെയ്തുകൊണ്ട് സ്കൂളിലെ SPC NSS യൂണിറ്റുകളുടെ സഹകരണത്തോടു കൂടി 1000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു മനോഹരമായിട്ടുള്ള ധൂളി മഹാചിത്രാഞ്ജലി വയനാടിന് വേണ്ടി സമർപ്പിക്കാം. ഒപ്പം തന്നെ സ്കൂളിലെ അധ്യാപകർ അവരുടെ സാലറി 5 ദിവസം സാലറി ഉൾപ്പെടെ മറ്റുള്ള കുട്ടികൾ അതുപോലെ തന്നെ സ്കൂളിലെ SPC NSS സന്നദ്ധ സംഘടനകൾ
എല്ലാവരും ചേർന്ന് വലിയൊരു തുക ഇതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന ഒരു മഹനീയമായ ചടങ്ങ് കൂടി ഇവിടെ നടക്കുക. വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. വയനാടിനെ, നമ്മൾ ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ എന്നും ചേർത്ത് പിടിക്കുന്ന നിലയിലേക്ക് ആളുകളെ കാണുന്ന ഒരു മാനുഷിക തലത്തിന്റെ ചേർത്തുപിടിക്കലിന്റെ ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇതാണ് മാഷക്ക് പറയാനുള്ളത്. മാഷേ, ലൈവാണല്ലോ. നമ്മളെ പ്രശസ്ത ചിത്രകാരനാണ് KKR വെങ്ങര, എല്ലാവർക്കും അറിയുന്നത്. സാർ മകടേക്കറാം. സാർ, എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം, ഈ ചിത്രത്തിന്റെ പശ്ചാത്തലം? ലൈവാണ്, എന്താണ്? അതായത് നമ്മളിപ്പോ വയനാട് ദുരന്തം നമ്മൾ പിന്നിട്ടിട്ട് ഒരു 2 മാസത്തിനടുത്ത് ആവാറായി. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഓണം പല വിധത്തിൽ ആഘോഷിക്കുന്നു, വലിയ പൂക്കൾ നിർമ്മിച്ചത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം കണ്ടങ്ങാടി സ്കൂളിൽ അതേ സമയത്ത് നമ്മൾ ഒരു കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അത് വയനാട്ടിലുള്ള ദുരന്തം അനുഭവിച്ചവർക്കുള്ള ഒരു സ്മരണികയായിട്ട് മാറുന്നു. അതിനുവേണ്ടി നമ്മുടെ കേരളത്തിലെ പാരമ്പര്യ ചിത്ര രീതിയായിട്ടുള്ള ധൂളി ചിത്ര സമ്പ്രദായം നമ്മൾ സ്വീകരിക്കുന്നുള്ളതാണ്. അപ്പോൾ ധൂളി ചിത്രത്തിൽ നമുക്ക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ അരിപ്പൊടിയും കരിപ്പൊടിയും ഒക്കെയാണ് ഉപയോഗിക്കാറ്. പക്ഷെ നമ്മളിവിടെ ഒരു വ്യത്യസ്ത മാധ്യമം എന്ന നിലയിൽ നമ്മൾ അറക്കപ്പൊടി ഓക്സൈഡ് കലർത്തിയിട്ടാണ് നമ്മളിവിടെ വർണ്ണം കണ്ടെത്തുന്നത്. ഇതിൽ ദുരന്തത്തിൻ്റെ ഒരു മുഖമാണ് ഇതിൻ്റെ ആദ്യത്തെ സെൻറ്റർ പോയിന്റ്. അതോടൊപ്പം തന്നെ 2 സ്നേഹബിംബം എന്ന നിലയിൽ 2 കൈകൾ കൈകോർത്ത് പിടിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ ചിത്രങ്ങൾ ഒരു ഭാഗത്ത് സ്കൂളിൻ്റെ ഒരു അബ്സ്ട്രാക്ട് ഫോം ഉണ്ട്, ഈ ഭാഗത്ത് ജാതിയും മതമൊന്നും ഇല്ലാതെ കൊണ്ട് ഒരേ മണ്ണിൽ വിശ്രമം കൊള്ളുന്ന ദുരന്ത ബാധിതരുടെ ചിത്രം, ഒരു സ്നേഹപ്പൂക്കളാണ് അതിന് ചുറ്റുമായിട്ട് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളതിലും ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. ഇത്രയും വലിയൊരു ധൂളി ചിത്രം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സ്കൂളും വരച്ചിട്ടുണ്ടാവില്ല. അതിന് സ്കൂൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഇതിന് ഇവിടുത്തെ കലാധ്യാപകരായിട്ടുള്ള കലേഷ്, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇവിടുത്തെ പ്രധാന അധ്യാപകൻ വിനോദ് മാഷ് എൻ്റെ സുഹൃത്താണ്. അങ്ങനെ ഇവിടെയുള്ള ഒരു ഒട്ടേറെ അധ്യാപകർ നമ്മുടെ സുഹൃത്തുക്കൾ. അതുകൊണ്ട് തന്നെ ഇതോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുന്നു. എത്ര കുട്ടികളെ എത്ര മണിക്കൂർ കൊണ്ടാണ് സാർ ഇത്? നമ്മൾ 9 മണിക്ക് തുടങ്ങിയിട്ട് ഏകദേശം 11:30 അവസാനിപ്പിച്ചിന്. ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലേ? ഏകദേശം 300-ലധികം കുട്ടികളിൽ പങ്കാളിയായി തീർച്ചയായിട്ടും അവരോട് ആയിക്കോട്ടെ. നല്ല ഗംഭീരമായിട്ടുണ്ട്. എല്ലാ അഭിനന്ദനങ്ങളും മാഷക്ക് അറിയിക്കും. ഇത്രയും കുട്ടികൾ പങ്കെടുക്കാൻ ആയിക്കോട്ടെ, സദ്ഗാത്മകത്തിൽ പങ്കെടുക്കാനൊരു സന്തോഷം. ആയിക്കോട്ടെ സാർ. ഓക്കെ, താങ്ക്സ്. ഇതാണ് പറയാനുള്ളത്. നമ്മൾക്ക് സാറ് പറഞ്ഞത് എത്രത്തോളം കേട്ടുവെന്നറിയില്ല. പിന്നെ ഇതിന്റെ ഒരു സന്ദേശം എന്താണ് എന്ന് സാറ് KKR വെങ്ങര എന്ന് പറയുന്ന നമ്മുടെ നാട്ടിന്റെ അഭിമാനമായിട്ടുള്ള കലാകാരൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ സന്ദേശങ്ങൾ നമ്മൾക്ക് ഇതിന്റെ ഒരു ദുരന്തത്തിന്റെ ഒരു ഭീകരതയും അതോടൊപ്പം തന്നെ സ്വാന്തനവും, അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും സമന്മാരാണ്, അതുപോലെ തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ നമ്മുടെ നാട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതൊക്കെ ആലേഖനം ചെയ്യുന്ന അതിമനോഹരമായ ഒരു ദൃശ്യ ഭാഷ്യം തന്നെയാണ്, ചിത്രഭാഷ്യം തന്നെയാണ് ഇവിടെ KKR വെങ്ങരയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന കാര്യം വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് അതിമനോഹരമായ ഒരു ദൃശ്യമാണ്. ഈ ദൃശ്യത്തിന്റെ പിറകിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറാവുന്നു. ഇവിടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റാത്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റ് കലാപരിപാടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പ്രേക്ഷകർക്ക് ആ അർത്ഥത്തിൽ ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ നല്ല മനോഹരമായ ഒരു ശില്പമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്ന കാര്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി സാധിച്ചത്. ഓണം നമ്മുടെ ഗൃഹാതുര ഓർമ്മകൾ ഉയർത്തുന്ന ഒരു ആഘോഷമാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ടങ്ങാളിയിലെ ഹയർ സെക്കൻഡറി സ്കൂള് ഒരു ക്രിയാത്മകമായ രീതിയിൽ തന്നെ അവർ ഓണാഘോഷം അപ്പുറം നടക്കുന്നത് തകൃതിയായി നടക്കുന്നത്. അതോടൊപ്പം തന്നെ വേദന അനുഭവിക്കുന്ന ദുരിതം പേറുന്ന ആളുകളോട് ഐക്യപ്പെടാനും അവർക്ക് സ്വാന്തനം പകരാനും ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളൊക്കെ തയ്യാറാവുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ കുട്ടികളും അധ്യാപകരും ഒക്കെ
ഈ സമൂഹത്തോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും ഇതിലൂടെ നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ലൈവ് അധികം നീട്ടുന്നില്ല. ഇതിന്റെ കാര്യങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, ഇത്രയും മാതൃകാപരമായ ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിലാണ് പച്ചവെളിച്ചം ഇതിനെ കാണുന്നത്. ഇതിലെ PTA പ്രസിഡന്റ് ഉണ്ട്. PTA പ്രസിഡന്റ്, ഇത് ലൈവാണ്. ഒരു സെക്കൻഡ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടങ്ങാളി സ്കൂളിൽ ഒരു വ്യത്യസ്തമായ PTA പ്രസിഡന്റ് അല്ലേ, എന്താണ് പറയാനുള്ളത്? വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ കഥ എല്ലാവർക്കും അറിയുന്നതാണ്. സ്വാഭാവികമായിട്ടും വയനാട്ടിലെ പ്രകൃതിയുടെ ഐക്യദാർഢ്യം വേണ്ടി ഉള്ള ഉണ്ടാക്കിയിരിക്കുന്നത് KKR മുഖേന മാഷും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ സ്കൂളിലെ 300ഓളം കുട്ടികളും ഈ ഉദ്യമത്തിൽ പങ്കാളികളായിട്ടുണ്ട്. സ്കൂളിലെ അധ്യാപകരും കുട്ടികളും സ്വരൂപിച്ച വയനാടിന് വേണ്ടിയിട്ടുള്ള സഹായധനം 10,11,000 രൂപ എന്നീ ചടങ്ങിൽ വെച്ചിട്ട് വിജിൻ MLA നൽകുന്നുണ്ട്. ചടങ്ങിൻ്റെ പ്രത്യേകത എന്തുണ്ട്? ഒരു അധ്യാപകം ഇപ്പം റിട്ടയർ അല്ലേ? റിട്ടയർഡ് അല്ല, ഇപ്പോൾ നിലവിലെ അധ്യാപകൻ നിലവിൽ ഇവിടുന്ന് റിട്ടയർ ചെയ്തു, ഗവൺമെന്റ് സർവീസിൽ റിട്ടയർ ചെയ്തു. ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു ഓണാഘോഷമാണ് കണ്ടങ്ങാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം നടക്കുന്നത്. നമ്മുടെ അയൽ ജില്ലയിൽ സമാനതകളില്ലാത്തൊരു ദുരന്തം വയനാട് ഏറ്റുവാങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ ആ ജനതയുടെ ദുഃഖത്തിലും അവരുടെ കഷ്ടപ്പാടും കുട്ടികൾ ആഘോഷങ്ങൾ ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയില്ല. കാരണം ഒരു ദുരന്തവും അതിൻ്റെ അതിജീവനം, ആ ദുരന്ത സ്മരണകൾ അതുപോലെ നിലനിർത്തിക്കൊണ്ട് നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഓണാഘോഷം കുട്ടികളുടെ രീതിയിൽ നടക്കുമ്പോൾ തന്നെ ആ ദുരന്തഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഈ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് സമാഹരിക്കുന്നത് അത് ഈ ചടങ്ങിൽ വിജിൻ MLA പ്രിൻസിപ്പൽ കൈമാറുകയും ചെയ്യും. അതാണ് പറയാനുള്ളത്. നല്ലൊരു പരിപാടി ആയിക്കോട്ടെ. MLA ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും അതും കൂടെ ഒന്ന് നോക്കാം. വിജിൻ MLA ചടങ്ങിലെത്തിയിട്ടുണ്ട്. അതിന്റെ കാഴ്ചകളിലേക്ക് മക്കളെ കുറച്ച് അടുപ്പിച്ചേക്ക്. ബാക്കിയുള്ളവരെ നമുക്ക് അവിടെ ആ പന്തലിൽ നിർത്താം. കുറച്ച് പേരെ ബഹുമാന്യനായിട്ടുള്ള കല്യാശ്ശേരിയുടെ വികസന നായകൻ ശ്രീ വിജിൻ MLA, നമ്മുടെ SMC ചെയർമാൻ ശ്രീ പ്രസാദ്, PTA പ്രസിഡന്റ് TV വിനോദ് കുമാർ, നമ്മുടെ ഇന്നത്തെ ഈ ചിത്രത്തിൻ്റെ ആശയവും ആവിഷ്കാരവും നടത്തിയ കേരളത്തിലെ അതിപ്രഗത്ഭനായ ശില്പിയും ചിത്രകാരനുമായിട്ടുള്ള ശ്രീ KKR മുഖേന, പ്രിയകരായിട്ടുള്ള വിദ്യാർത്ഥികളെ, ബഹുമാന്യരായിട്ടുള്ള രക്ഷിതാക്കളെ, നാട്ടുകാരെ, ഓണാഘോഷത്തിൻ്റെ എല്ലാ ആർഭാടങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 320ഓളം വിദ്യാർത്ഥികൾ SPC NSS നേതൃത്വത്തിൽ 1000 സ്ക്വയർ ഫീറ്റ് ധൂളി മഹാശില്പം ചിത്രം തീർത്തിരിക്കുകയാണ്. വയനാടിൽ പൊതിഞ്ഞ നൂറുകണക്കിന് ജീവിതങ്ങൾക്ക് ഈ വിദ്യാലയത്തിന്റെ കയ്യൊപ്പായി ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സമാഹരിച്ച 10,11,880 രൂപ, 10,11,880 രൂപ ബഹുമാനനായിട്ടുള്ള MLA ഏൽപ്പിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ഓണാഘോഷത്തിന്റെ നടുക്ക് നമ്മൾ നടത്തുന്ന ഈ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്ന
ബഹുമാന്യനായിട്ടുള്ള MLA ശ്രീ M. വിജയൻ പയ്യന്നൂർ ഷെണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യാം.